ബാംഗ്ലൂരിൽ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും അതിന് ഭയങ്കര അപ്രീസിയേഷൻ ഉണ്ടാവും. അത് ഇന്ന ഏരിയ എന്നൊന്നുമില്ല. പക്ഷെ ആ ഏരിയയിൽ ഇപ്പോൾ ഡെവലപ്മെൻറ്റ്സ് വരുന്നത് നോർത്ത് സൈഡാണ്. നോർത്ത് സൈഡിൽ എയർപോർട്ട് ഇരിക്കുന്ന ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ ഇപ്പോൾ ഒരു എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3000 ഏക്കർ സ്ഥലം കൊമേഴ്ഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് അക്വയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഏരിയയിൽ ഏകദേശം 250-300 ഏക്കർ സ്ഥലം റെസിഡൻഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ബിൽഡേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അവിടെ വൻ ഡെവലപ്മെൻറ്റ്സ് വരും ആ ഒരു ഏരിയയിൽ. കാരണം ആ ഏരിയ ഞാൻ പേഴ്സണലി ഞാൻ ആ ഏരിയ പോയി കണ്ടതാണ്. ടൗൺഷിപ്പ് പോലെയാണോ അത്? ടൗൺഷിപ്പ് പോലെ. അവിടെ കുറേ പ്രൊജക്റ്റുകളുടെ വർക്കുകൾ നടക്കുന്നുണ്ട്. റോഡ്സായി. ഞാൻ അതിലെയാണ് ലാസ്റ്റ് ടൈം വന്ന സമയത്ത് ഞാൻ ഈ ദേവനഹള്ളി ഏരിയയിൽ കൂടെയാണ് കണക്ട് ചെയ്ത് പോകുന്നത്. ആ ഏരിയയിൽ ഒരുപാട്, പിന്നെ ഇവിടെ ഇല്ലാത്തൊരു സിസ്റ്റം അവിടെ ഉണ്ട്. ഈ ഫ്ലാറ്റും വില്ലയും മാത്രമല്ലാതെ അവിടെ ഒരു ഫാം ലാൻഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞില്ല, നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. ബാക്കിയുള്ള സമയത്ത് ഈ Airbnb അല്ലെങ്കിൽ ഓയോ അങ്ങനത്തെ ഒക്കെ ഉള്ള കമ്പനീസ് ഇത് പർച്ചേസ് ചെയ്തിട്ട് അവിടെ ലിസ്റ്റ് ചെയ്യാം. കറക്റ്റ്, അവിടെ ലിസ്റ്റ് ചെയ്ത് ഔട്ട് ഹൗസ്. അതായത് ചെറിയ പ്രൊജക്റ്റുകളെല്ലാം എല്ലാം 5 ഏക്കർ 10 ഏക്കർ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലാൻഡിലാണ് വരുന്നത്.